വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. KFC ടൈപ്പ് ചിക്കൻ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത്. കാരണം ഇപ്പം ആർക്കും പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ, പ്രത്യേകിച്ച് KFC ടൈപ്പ് ചിക്കനൊക്കെ. അപ്പോൾ നമുക്കത് വീട്ടിലെങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ടിപ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിപ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ടിപ്സൊക്കെ ഞാൻ വീഡിയോൻ്റെ അകത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചിക്കൻ റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്യുമ്പം ആദ്യം ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമാണ്. അതായത് ഞാനിപ്പോൾ ഒരു ബൗളിൽ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മോരെടുത്താലും മതി കേട്ടോ. ഈ പാലിനും വിനാഗിരിയും ചേർക്കുന്നതിന് പകരം മോരെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കന് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് തൊലിയോട് കൂട്ടിയിട്ടുള്ള ചിക്കനാണ്. അത് നിർബന്ധമാണ്. തൊലിയില്ലാത്ത ചിക്കന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ തൊലിയോട് കൂട്ടിയിട്ടുള്ള ഒരു ചിക്കൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പീസ് സെപ്പറേറ്റ് വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വലിയ ചിക്കൻ ഉണ്ടല്ലോ, അതിനേക്കാളും ടേസ്റ്റ് ഒരു മീഡിയം സൈസ് ചിക്കൻ ആയിരിക്കും. വല്ലാണ്ട് ഒരുപാട് ഇറച്ചിയുള്ളതാവുമ്പോഴും ഉള്ളിലേക്ക് മസാല പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കാം. ഇതിപ്പം തൊലി ഉള്ള ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതല്ല, നമ്മൾ ഹോൾ ചിക്കൻ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതുകൊണ്ട് തൊലി കുറച്ചൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതൊരു 10-15 മിനിറ്റ് മാത്രമേ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. 15 മിനിറ്റൊക്കെ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ളൊരു മാരിനേഷൻ റെഡിയാക്കി എടുക്കാം. ചിക്കന് മാരിനേറ്റ് ചെയ്യാനുള്ളത് ഞാനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് അതിൻ്റെ നീര് മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. ശരിക്കും ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ജിഞ്ചർ പൗഡറും ഇഞ്ചിയുടെ പൗഡറും വെളുത്തുള്ളിയുടെ പൗഡറും ഒക്കെ ആണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലിപ്പോൾ അത് രണ്ടും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റെസിപ്പി ബ്രോസ്റ്റഡ് ചിക്കൻ ഇട്ട സമയത്ത് ആരുടെ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു ചിക്കൻ സ്റ്റോക്ക് വേണം. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ സ്റ്റോക്ക് മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് 2 ഉണ്ടാവും കേട്ടോ അതുപോലെ. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഈ മാരിനേഷനിൽ ഇട്ട് കൊടുക്കണം, ഒരെണ്ണം നമ്മൾ പൗഡർ ആക്കുന്നതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു മാഗി ചിക്കൻ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പുണ്ടാകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ലെസ് സോൾട്ട് ചിക്കൻ സ്റ്റോക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇതിൽ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടായിട്ട് എടുക്കാൻ പാടില്ല, നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ശരിക്കും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റ് പെപ്പർ പൗഡറാണ്. അപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ചേർക്കേണ്ടത് കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ല ഇവിടെ സ്റ്റോക്ക്, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇവിടെ ആ ഒരു പാലിൻ്റെ മിക്സ്ചറിൽ ചിക്കന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. എന്നിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളത്തോട് കൂടിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മസാല പിടിക്കില്ല. അപ്പോൾ വെള്ളം മൊത്തത്തിൽ നന്നായിട്ട് വാർത്തെടുത്തിട്ട് മാത്രമേ നമ്മളിത് മാരിനേറ്റ് ചെയ്യാവൂ. കാരണം നമ്മളിപ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പൗഡറിന് പകരം വെള്ളം ചേർത്തുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലൂസായിട്ടുണ്ട് ഈ ഒരു മാരിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നാലേ നന്നായിട്ട് മസാലയൊക്കെ ഈ ഒരു ചിക്കനിൽ പിടിക്കുകയുള്ളൂ. അത് നിർബന്ധമാണ്. ഈ ഒരു സ്റ്റെപ്പും വിട്ടുപോകരുത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു കോട്ടിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദയിലേക്ക് നമുക്ക് 1 കപ്പ് കോൺഫ്ലോർ ആണ് വേണ്ടത്.
ഇന്നിപ്പം ഹെൽപ്പറായിട്ടുള്ളത് റോസുമാണ്. റീനിന് നോമ്പായതുകൊണ്ട് റോസുമാണ് ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇതുപോലത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ പിന്നെ സഹായിക്കാൻ നിൽക്കില്ല. ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട് ബൗളിലേക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനോ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും. പിന്നെ ഈ ഒരു പൗഡറിലേക്ക് നമുക്ക് ഒരുപാട് ഹെർബ്സ് ശരിക്കും പറയുകയാണെങ്കിൽ ചേർക്കാനുണ്ട്. തൈം, ഒറിഗാനോ, വൈറ്റ് പെപ്പർ പൗഡർ അതൊക്കെ ചേർക്കാനുണ്ട്. അപ്പം അതൊന്നും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ സ്റ്റോക്ക് ഇതുപോലെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഐസാക്കിയ ശേഷമാണ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പൊടിയായിട്ട് കിട്ടണമല്ലോ. അപ്പം ഈ പൊടിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് പൊടിയാക്കി എടുത്തിട്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു പൊടിയിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡറുകളൊക്കെ ചേർക്കാനുണ്ട്. എന്നാലും ഈ ഒരു പൊടി നല്ലൊരു ഫ്ലേവറും പൊരിക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ ഉണ്ടാവുള്ളൂ. വൈറ്റ് പെപ്പർ പൗഡർ അതൊക്കെ ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചേർക്കുന്നില്ല. പ്ലെയിനായിട്ട് ഒറിഗാനോവും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തൈം, വൈറ്റ് പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പൗഡർ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ഓരോ ടീസ്പൂണോ ടേബിൾ സ്പൂണോ വീതം ചേർത്തിട്ട് നല്ലൊരു മണമുള്ളൊരു പൗഡറാക്കിയിട്ട് ഇതെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കളയണ്ട. കുറച്ചുകൂടെ നല്ല ബെസ്റ്റായിട്ടുള്ള ചിക്കൻ കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പിൽ അല്ലെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൂടി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ആദ്യം ഈ പൊടിയിൽ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മുട്ടയുടെ മിക്സ്ചർ ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ മുട്ട ഇതിലേക്ക് ചേർക്കുന്നില്ല. അതിന് പകരം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ പൊടിയുടെ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് ഇട്ടിട്ട് കുഴച്ചെടുക്കരുത്. അപ്പം തന്നെ അതെടുത്ത് മാറ്റട്ടോ. എന്നിട്ട് വീണ്ടും ഈ ഒരു പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 തവണ നമ്മൾ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം ചിക്കന്. ഈ വെള്ളം സാധാ പച്ചവെള്ളം കേട്ടോ. എന്നിട്ട് ഈ ചിക്കനിൽ മൊത്തത്തിൽ നന്നായിട്ട് ഈ പൊടി വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറേ പൊടി ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് തട്ടി കളഞ്ഞിട്ട് വേണം അവിടെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ കേട്ടോ. കട്ടായിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ചിക്കനും എടുത്തിട്ട് ചെയ്തെടുക്കുക. ആദ്യം പൊടിയുടെ മിക്സ്ചറിൽ നന്നായിട്ട് ഒരു മാരിനേഷന് പോവാത്ത രീതിയിൽ പൊടിയുടെ മിക്സ്ചറിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കുക. അപ്പം തന്നെ എടുക്കണം കേട്ടോ. കുറേ നേരം ഇട്ട് വെക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇട്ട് വെച്ചാൽ പിന്നെ അതിൻ്റെ മസാലപ്പൊടികളൊക്കെ പോകും കേട്ടോ. എന്നിട്ട് ഈ പൊടിയുടെ മിക്സ്ചറിൽ വീണ്ടും ഒന്നുകൂടെ റോൾ ചെയ്തെടുക്കുക. പിന്നെ രണ്ടാമത് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. മൊത്തത്തിൽ ഈ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ശരിക്കും ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എണ്ണ ചൂടാക്കിയ ശേഷം ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ആദ്യം ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് എണ്ണ ചൂടായ ശേഷം പൊരിക്കാൻ നേരം ഒന്നുകൂടെ പൊടിയുടെ മിക്സ്ചറിൽ, അപ്പോൾ വെള്ളത്തിൽ മുക്കണ്ട, ഒന്നുകൂടെ പൊടിയുടെ മിക്സ്ചറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, നേരിട്ടിട്ട്. അപ്പോൾ അപ്പോഴേ നമുക്ക് ആ ഒരു ചിക്കൻ്റെ പുറമേയുള്ള ആ ഒരു ക്രിസ്പിനെസ്, ഒരു വേറൊരു ടെക്സ്ചർ ഉണ്ടാവുമല്ലോ, അത് കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ പ്ലേറ്റിൽ കുറേ നേരം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്യുമ്പം ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ചിക്കൻ ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരം ഒന്നുകൂടെ പൊടിയുടെ മിക്സറിൽ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ആദ്യം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് ഫ്ലെയിമിൽ, അതായത് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയുടെ ചൂട് ഒന്ന് കറക്റ്റാണോ നോക്കാം. നമുക്ക് ആദ്യം ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണിച്ചു തരാം. അപ്പോൾ ഫ്രൈ ചെയ്തപ്പോൾ കണ്ടോ, ഈ ഒരു ടെക്സ്ചർ ഈ ഒരു ബ്രൗണിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതല്ല നമുക്ക് വേണ്ട ഒരു ടെക്സ്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ശരിക്കുള്ളത് ആ ഒരു എണ്ണയുടെ ചൂട് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ശരിക്കുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം ഒന്നുകൂടെ ഇങ്ങനെ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. പൊരിക്കാൻ നേരം മാത്രമാണ് ഈ ലാസ്റ്റായിട്ടുള്ള കോട്ടിങ് കൊടുക്കുന്നത്. എന്നിട്ട്
നമ്മൾ ഓരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട, ഞാൻ 2 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ ചിക്കൻ്റെ അകത്തൊക്കെ നന്നായിട്ട് വെന്തിട്ട് ലാസ്റ്റ് നമ്മളൊരു ഇത് മൊത്തത്തിലൊരു 12 മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 6 മിനിറ്റ് ലോ ഫ്ലെയിമിലും പിന്നത്തെ 6 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ വരുന്നത്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ചിക്കൻ്റെ പുറം ഭാഗം നല്ലൊരു കളറിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം ഭയങ്കരമായിട്ട് ഡാർക്കാകും, പക്ഷേ അകത്ത് വെന്ത് കിട്ടില്ല, അകത്ത് ചിക്കൻ്റെ ഇത് വേവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇപ്പോൾ കണ്ടോ, നല്ല ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ വന്നിട്ടുണ്ട്, നല്ലൊരു കളറിലും വന്നിട്ടുണ്ട്, ആ ഒരു ക്രിസ്പിനെസ്സും വരുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് മുട്ട ചേർക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്പിനെസ് കുറച്ച് നേരം നിൽക്കും. മുട്ട ചേർത്തിട്ടാണെങ്കിൽ ഫ്രൈ ചെയ്ത പാട് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ക്രിസ്പിനെസ്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റായി പോകും. അപ്പം മുട്ട ചേർക്കാത്തതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ആ ഒരു നമ്മൾ വെള്ളം എടുത്തല്ലോ, അതിന് പകരം മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റായി പോകും. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരം ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കാൻ മറന്നു പോകരുത് കേട്ടോ, എന്നാലേ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തം ഞാൻ എടുത്തിട്ടുള്ള സമയം 12 മിനിറ്റാണ്. ചിലത് 10 മിനിറ്റിലൊക്കെ വേവുന്നുണ്ട്, ചിക്കൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ഇരിക്കും കേട്ടോ. അപ്പം ഏകദേശം നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ്, ആ ഒരു കളറും പിന്നെ പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് നോക്കുക. കളർ വല്ലാണ്ട് ബ്രൗൺ ആക്കി എടുക്കണ്ട. അതുപോലെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ UAE-ലൊക്കെ കിട്ടുന്നുണ്ട് കെനോല ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓയിൽ. അത് വെച്ചിട്ടാണ് KFC സ്റ്റൈൽ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഞാൻ കാണിക്കാനും വിട്ടുപോയി. അതില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കുറച്ച് ബാച്ച് മാത്രമേ ഇപ്പോൾ തയ്യാറാക്കുന്നുള്ളൂ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസ് മാത്രം. പിന്നെ ഇഫ്താറിൻ്റെ ആ സമയത്ത് ചൂടോട് കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കി അപ്പം ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ KFC സ്റ്റൈൽ ചിക്കൻ്റെ കൂടെ ഏറ്റവും വേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ കോൾസ്ലോ ആണ്. അപ്പോൾ ഞാനത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി. ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഞാനും ക്ഷീണിച്ചു, പിന്നെ ഇഫ്താർ സമയവും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ഒരു കോൾസ്ലോയും കൂടി വേണം കേട്ടോ, എന്നാലേ ആ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ വരുള്ളൂ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ എനിക്കിപ്പോൾ ഇതേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കാൻ നേരമാണ് ഞാൻ കോൾസ്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ബാച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ കഴിക്കാൻ നേരം ഫ്രൈ ചെയ്ത ബാച്ച് കേട്ടോ അത്. അതായത് ചെറിയ പീസ് ചിക്കൻ ഉണ്ടായിരുന്നു ലാസ്റ്റ്, അപ്പോൾ അതൊക്കെയാണ് ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വലിയ പീസ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ട്, എത്രത്തോളം ക്രിസ്പിനെസ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. ഇതുപോലെ ഇങ്ങനെ ഊരി വരണം, അത്രയും സോഫ്റ്റ് ആകണം അകത്ത്. ആ സോഫ്റ്റ്നെസ് വന്നിട്ടുള്ളത് നമ്മൾ ആ ഒരു ഇതിൽ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ്. പിന്നെ ആ ഒരു ക്രിസ്പിനെസ്സും കണ്ടോ, നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ടത് ഇതാക്കാഞ്ഞത്. നിങ്ങൾക്കിത് കണ്ടോ, ആവി പറക്കുന്ന ചൂടാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നല്ല ടേസ്റ്റാണ്, അകത്ത് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മസാല പിടിച്ചില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നൊക്കെ ആ ഒരു സ്റ്റെപ്പൊന്നും വിട്ടുപോകരുത്. പിന്നെ അതുപോലെ KFC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആർക്കും അതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല, അതൊരു സീക്രട്ട് റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ആ ഒരു ടേസ്റ്റ് വരുന്നു എന്നല്ലാണ്ട് ആ സെയിം ടേസ്റ്റിൽ അല്ല കേട്ടോ ഈ ഒരു ചിക്കൻ. പിന്നെ ഇത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്, ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു വീഡിയോയിലുണ്ട് കോൾസ്ലോയുടെ റെസിപ്പി, അത് ഞാൻ താഴെ പിൻഡ് കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.